നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കപ്പുയർത്തി കോഴിക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായ 11ാം തവണയും കിരീടം ചൂടി കോഴിക്കോട്. 7 രാപ്പകലുകൾ നീണ്ട കലാമേളയിൽ സാമൂതിരി ദേശം സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടത് 944 പോയിന്റോടെ. പാലക്കാടിന് 2ാം സ്ഥാനം. ആതിഥേയരായ കണ്ണൂർ 3ാം സ്ഥാനത്ത്. കലോത്സവത്തിൽ കോഴിക്കോടിന്റെ കിരീട നേട്ടം ഇത് 19ാം തവണ. അവസാന ദിനം വരെ ഒപ്പത്തിനൊപ്പം നിന്ന പാലക്കാടിനെ പിന്തള്ളിയത് 3 പോയിന്റുകൾക്ക്. 4ഉം 5ഉം സ്ഥാനത്ത് തൃശൂർ, മലപ്പുറം ജില്ലകൾ. അതേസമയം വിധി നിർണയത്തിൽ അപാകതയെന്ന പരാതിയിൽ 2 വിധികർത്താക്കൾക്കും 1 പരിശീലകനുമെതിരെ FIR. വിജിലൻസ് കേസ് കുച്ചുപൊടി മത്സരാർത്ഥിയുടെ പരാതിയെ തുടർന്ന്. ആരോപണം ശരിയല്ല. തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിന് നേരെയുള്ള ആരോപണങ്ങൾ നിഷേധിച്ച് പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ. കോളേജിനെതിരായ വിദ്യാർത്ഥികളുടെ പരാതി വിചിത്രവും ബാലിശവും. മറ്റു കോളേജുകളെ അപേക്ഷിച്ച് ഇന്റർണൽ മാർക്ക് നൽകുന്നത് സുതാര്യമായി. വിദ്യാർത്ഥികളെ അസഭ്യം പറയുന്നത് തന്റെ രീതിയല്ലെന്നും വിശദീകരണം. അതേസമയം വാർത്താ സമ്മേളനത്തിനിടെ ലക്ഷ്മി നായർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധവുമായി ABVP. കോളേജിന് നേരെ ഉയർന്ന ആരോപണങ്ങൾ സിൻഡിക്കേറ്റ് ഉപസമിതി അന്വേഷിക്കും. നാളെയും മറ്റന്നാളും കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തുന്ന സമിതി 22 ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കുരുക്കഴിയാതെ കാളപ്പോര്. വഴിത്തിരിവിലായ ജല്ലിക്കെട്ട് പ്രക്ഷോഭത്തിൽ തുടർ നടപടി തേടി സർക്കാർ. ജല്ലിക്കെട്ടിനായി നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി O. പനീർശെൽവം. ഇതിനായുള്ള കരട് ബിൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും പ്രക്ഷോഭകർക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. രാവിലെ മുഖ്യമന്ത്രി പനീർശെൽവം ഉദ്ഘാടനം ചെയ്യാനിരുന്ന മധുര അളങ്കാനെല്ലൂരിലെ ജല്ലിക്കെട്ട് പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെച്ചു. എന്നാൽ തിരുച്ചിറപ്പള്ളി, മണപ്പാറ, പുതുക്കോട്ട എന്നിവിടങ്ങളിൽ ഓർഡിനൻസ് ഇറങ്ങിയതിനെ തുടർന്ന് ജല്ലിക്കെട്ട് നടന്നു. സമരക്കാർ ആവശ്യപ്പെടുന്നത് 1968 കേന്ദ്ര മൃഗസംരക്ഷണ നിയമത്തിന്റെ ഭേദഗതി. നിയമം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് നിരോധിച്ചത് 3 വർഷം മുമ്പ് 2014. താൽക്കാലിക അനുമതിക്ക് പകരം സ്ഥിരം നിയമവ്യവസ്ഥയ്ക്ക് വഴി തേടി തമിഴ്നാട് വീണ്ടും കേന്ദ്രത്തിന് മുന്നിലേക്ക്. അതേസമയം തമിഴ്നാട് പുതുക്കോട്ടയിൽ ജല്ലിക്കെട്ടിനിടെ കാളയുടെ കുത്തേറ്റ് 2 മരണം. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ 80ഓളം പേർക്ക് നിസ്സാര പരിക്ക്. സഖ്യത്തിൽ സമവായം. തർക്കങ്ങൾ പിന്നിട്ട് UPയിൽ സമാജ്വാദി കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ചയിൽ ധാരണ. അഹമ്മദ് പട്ടേലിനെ ഇറക്കിയുള്ള സോണിയയുടെ സമവായ നീക്കത്തിൽ 105 സീറ്റുകൾ വിട്ടു നൽകാമെന്ന് അഖിലേഷ്. സീറ്റ് നിർണയം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടായിരിക്കും. വിശാല സഖ്യം തകർച്ചയുടെ വക്കിലെത്തിയത് അമേഠിയും റെയ്ബറേലിയും ഉൾപ്പെടെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ SP കൈയടക്കിയതോടെ. 403 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി മത്സരിക്കുക 298 സീറ്റുകളിൽ. അതിനിടെ സ്ത്രീകൾക്കും പാവപ്പെട്ടവർക്കും മുൻഗണന നൽകി സമാജ്വാദി പാർട്ടിയുടെ പ്രകടന പത്രിക. 1 കോടി ജനങ്ങൾക്ക് 1000 രൂപ പെൻഷൻ. ബസ് യാത്രാ നിരക്കിൽ സ്ത്രീകൾക്ക് 50% ഇളവ്. മുലായം വിട്ടുനിന്ന പരിപാടിയിൽ പ്രകടന പത്രിക പുറത്തിറക്കിയത് അഖിലേഷും ഭാര്യ ഡിംപിൾ യാദവും ചേർന്ന്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2760 രൂപ, പവൻ 22,080 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.